Theorem 4. Let f from A to R and let C be a cluster point of A. Then the following are equivalent. Limit x tends to C, f of x is equal to L, and for all every sequence xn in A that converges to C such that xn not equal to C for all an element of n, the sequence f of xn converges to L. അപ്പോൾ xn converges to C വരുമ്പോഴെല്ലാം xn converges to C വരുന്ന സീക്വൻസിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സൻ എല്ലിലോട്ട് കൺവേർജ് ചെയ്യും. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. എഫ് ഓഫ് എക്സൻ എല്ലിലോട്ട് കൺവേർജ് ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1 implies 2 എന്നും 2 implies 1 എന്നുമാണ് കാണിക്കേണ്ടത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇക്വലന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി 1 implies 2, 2 implies 1 ആണ് കാണിക്കേണ്ടത്. ഇവിടെ നമ്മൾ 1 implies 2 കാണിക്കും. എന്നിട്ട് 2 implies 1 കാണിക്കുന്നതിന് പകരം 2 implies 1 കാണിക്കുന്നതിന് പകരം നമ്മൾ നെഗേഷൻ ഓഫ് 1 implies നെഗേഷൻ ഓഫ് 2 എന്നാണ് കാണിക്കുന്നത്. 2 implies 1 കാണിക്കുന്നതിന് പകരം നമ്മൾ നെഗേഷൻ ഓഫ് 1 implies നെഗേഷൻ ഓഫ് 2 കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്താ ഉള്ളത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്നുകൊണ്ട് എക്സൻ ഇസ് എ സീക്വൻസ് ഇൻ എ. എക്സൻ ഈസ് a sequence in A with the limit of xn is equal to C. xn converges to C എന്ന് പറയുമ്പോൾ നമുക്ക് limit of xn equal to C and xn not equal to C for all n element of n. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു സീക്വൻസ് എടുക്കണം. ഇങ്ങനൊരു സീക്വൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു സീക്വൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കാണിക്കേണ്ടത്? എഫ് ഓഫ് എക്സൻ എല്ലിലോട്ട് കൺവേർജ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. ഹൗ ടു ഷോ ദാറ്റ് ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സൻ എല്ലിലോട്ട് കൺവേർജ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആയതുകൊണ്ട് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 we can say that there exists a delta greater than 0 such that if x element of A and 0 less than mod x minus c less than delta, then modulus of f of x minus L will be less than epsilon എന്ന് പറയാലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആയതുകൊണ്ട് ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് പറയാം whenever epsilon greater than 0 there is a delta greater than 0 such that x element of A and 0 less than mod x minus c less than delta, then modulus of f of x minus L is less than epsilon ആയിരിക്കും. അത് നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലിന്റെ ഡെഫിനേഷനിൽ നിന്ന് ഫോളോ ചെയ്യുന്ന കാര്യം. ഇനി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു സി എന്നുള്ള കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ എക്സ് എൻ കൺവേർജസ് ടു സി ആയതുകൊണ്ട് നമുക്ക് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a k epsilon such that xn converges to 0 definition അനുസരിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a k epsilon such that modulus of xn minus c is less than epsilon for all n greater than or equal to k epsilon നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ എപ്സിലോണ് പകരം ഡെൽറ്റയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ xn converges to c ആയതുകൊണ്ട് ഫോർ delta greater than 0 there exists a k delta depending on delta ആണ്. xn converges to c ആയതുകൊണ്ട് we can say that for delta greater than 0 there exists a k delta such that modulus of xn minus c is less than delta for all n greater than k delta എന്ന് പറയും. We can say that modulus of xn minus c is less than delta for all n greater than or equal to k delta. നമ്മൾ xn converges to c എന്നുള്ള ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുവാണ്. xn converges to c എന്നുള്ള ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. such that modulus of xn minus c is less than delta for all n greater than or equal to k delta. അപ്പോൾ നമുക്ക് xn converges to c ആണ്. xn is a sequence in A. xn not equal to c and modulus of xn minus c less than delta എന്നുള്ള കണ്ടീഷൻ n greater than or equal to k delta ഉള്ളപ്പോൾ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു xn എലമെന്റ് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആയതുകൊണ്ട് ഓരോ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ടും there is a delta greater than 0 such that whenever x element of A with 0 less than mod x minus c less than delta modulus of f of x minus L will be less than epsilon. ഇവിടെ
എക്സ് ഇവിടെ നമ്മൾ എന്താ ഇവിടെ നമുക്ക് ഈ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ എക്സിന് പകരം എക്സ് ആണല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സിന് പകരം എക്സ് നമ്മൾ കൊടുക്കുമ്പോൾ വി ഹാവ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഡെൽറ്റ. അപ്പം വെനെവർ x element of a xn element of a and 0 less than mod xn minus c less than delta വരുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഓഫ് xn മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ വരും. അപ്പൊ ഈ കണ്ടീഷൻ എപ്പോഴാണ് ഉള്ളത്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഡെൽറ്റ വരുമ്പോൾ. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഡെൽറ്റ വരുമ്പോഴാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എഫ് ഓഫ് xn മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ whenever n greater than or equal to k delta. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് xn converges to L എന്ന് പറയാം. അതാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണിക്കേണ്ടത് 2 implies 1 എന്നാണ് കാണിക്കേണ്ടത്. അതിന് പകരം നമ്മൾ കാണിക്കുന്നത് നെഗേഷൻ ഓഫ് 1 implies നെഗേഷൻ ഓഫ് 2. നമുക്ക് P implies Q എന്ന് കാണിക്കുന്നതിന് പകരം നമ്മൾ നെഗേഷൻ Q implies നെഗേഷൻ P എന്നാണ് കാണിക്കുന്നത്. കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെന്റ് ഇത് രണ്ടും ഈക്വലന്റ്. അപ്പം 2 implies 1 എന്ന് കാണിക്കുന്നതിന് പകരം നമ്മൾ നെഗേഷൻ ഓഫ് 1 implies നെഗേഷൻ ഓഫ് 2 എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നെഗേഷൻ ഓഫ് 1 നമ്മൾ എടുക്കുക. നെഗേഷൻ ഓഫ് 1 നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ ഉള്ളത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്നാണ്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന നെഗേഷൻ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എൽ. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് എക്സിസ്റ്റ് എങ്ങനെ വേണമെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു അല്ല. ഇനി നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എക്സിസ്റ്റ് ചെയ്യുവായിരുന്നെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് വെനെവർ എക്സ് എലമെന്റ് ഓഫ് a and 0 less than mod x minus c less than delta modulus of f of x minus l is less than epsilon. അപ്പൊ നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. സച്ച് ദാറ്റ് വെനെവർ എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ദ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എൽ എന്ന് പറയാമായിരുന്നു. ഇതാണ് ഡെഫിനിഷൻ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സിയുടെ ഡെഫിനിഷൻ ഇതാ. അപ്പം ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ അതിന്റെ മീനിങ് എന്താ? നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ എപ്സിലോണും കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ? ഒരു എപ്സിലോണെങ്കിലും ഇത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എപ്സിലോണെങ്കിലും ഇത് വയലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതെ. ഈ കണ്ടീഷൻ ഒരു എപ്സിലോണെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താ? നമുക്കൊരു പർട്ടിക്കുലർ എപ്സിലോൺ 0 വയലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എപ്സിലോൺ 0 എന്ന് വിളിക്കുവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ എപ്സിലോൺ 0 എടുക്കുമ്പോൾ നമ്മൾ ഏത് ഡെൽറ്റ എടുത്താലും ഈ കണ്ടീഷൻ ഉണ്ട്, പക്ഷെ ഈ കണ്ടീഷൻ ഇല്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ എപ്സിലോൺ ഓരോ കണ്ടീഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് ഉണ്ടായിരുന്നുവെങ്കിൽ ഏത് എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ അതിന്റെ മീനിങ് എന്താണ്? ഒരു പർട്ടിക്കുലർ എപ്സിലോൺ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ എപ്സിലോൺ എങ്കിലും ഒന്നല്ല അത് കൂടുതൽ കാണും, നമ്മൾ ഒരെണ്ണമെങ്കിലും കാണും എന്ന് പറയുവാണ്. അപ്പോൾ ഒരു എപ്സിലോൺ 0 വയലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എപ്സിലോൺ 0 എന്ന് വിളിക്കുവാണെങ്കിൽ നമുക്ക് പറയാം there exists an epsilon 0 such that ഏത് ഡെൽറ്റ നമ്മൾ എടുത്താലും ഈ എപ്സിലോൺ 0 കറസ്പോണ്ടിങ് ആയി വയലേറ്റ് ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏത് ഡെൽറ്റ എടുത്താലും ഈ കണ്ടീഷൻ ഉള്ളപ്പം ഈ കണ്ടീഷൻ കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഫോർ there exists an epsilon 0 such that whatever delta we choose x element of a and 0 less than mod x minus c less than delta modulus of f of x minus l is less than epsilon ഉള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല will be greater than or equal to epsilon 0. അപ്പോൾ epsilon 0 ആണ് വയലേറ്റ് ചെയ്യുന്ന പോയിന്റ് എങ്കിൽ ആ epsilon 0 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഏത് ഡെൽറ്റ എടുത്താലും വയലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഏത് ഡെൽറ്റ എടുത്താലും എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡെൽറ്റ ഓഫ് സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ദ epsilon 0 നെയ്ബർഹുഡ് ഓഫ് എൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ പറയുന്നത് ഏത് ഡെൽറ്റ എടുത്താലും ഇങ്ങനെ നമുക്ക് കിട്ടുന്നു.
അതായത് എപ്സിലോൺ 0 വയലേറ്റ് ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ ഏത് ഡെൽറ്റ എടുത്താലും അതിൻ്റെ അകത്ത് നമുക്ക് ഒരു പോയിന്റ് എക്സ് എങ്കിലും ഇങ്ങനെ കാണും. അപ്പൊ നമ്മൾ ഇൻ പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ആ പോയിന്റിനെ നമ്മൾ എക്സ് ഡെൽറ്റ ആവുന്ന എടുക്കും. അപ്പൊ നമുക്ക് പറയാം എപ്സിലോൺ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് there exists എക്സ് ഡെൽറ്റ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി. എക്സ് ഡെൽറ്റ ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി. അപ്പം ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിയിലും ഉണ്ട് എക്സിലും എയിലും ഉള്ള ഒരു പോയിന്റ് എങ്കിലും കാണും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ is f of x minus l greater than or equal to epsilon 0 എന്നല്ലേ വരുന്നത്. f of x delta does not belongs to the epsilon 0 neighborhood of a. അപ്പം എക്സ് ഡെൽറ്റ ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷെ എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഇതിൻ്റെ അകത്തില്ല. അപ്പൊ നമ്മൾ ഇൻ പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ആ വയലേറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് എപ്സിലോൺ 0 എന്നുള്ള പർട്ടിക്കുലർ വയലേറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഡെൽറ്റ നെയ്ബർഹുഡ് എടുത്താലും നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 1/n എന്നുള്ള നെയ്ബർഹുഡ് ഡെൽറ്റ ഈക്വൽ ടു 1/n നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ഈക്വൽ ടു 1/n കറസ്പോണ്ടിങ് ആയിട്ട് there exists and ഓരോ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സ് എൻ കിട്ടും. n ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് x1, n ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ട് x2. അങ്ങനെ നമുക്ക് ഓരോ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സ് എൻ കിട്ടും. അപ്പോൾ x1 x2 എന്ന് പറഞ്ഞാൽ നമുക്കൊരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഇൻ എ കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ഡെൽറ്റ ഈക്വൽ ടു n1 എടുക്കുമ്പോൾ ഒരെണ്ണം കിട്ടും, ഡെൽറ്റ ഈക്വൽ ടു 1/2 ഒരെണ്ണം കിട്ടും, ഡെൽറ്റ ഈക്വൽ ടു 1/3. അപ്പോൾ ഓരോ ഡെൽറ്റ കറസ്പോണ്ടിങ് ഏത് ഡെൽറ്റ എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല നമ്മൾ പറയാം. ഏത് ഡെൽറ്റ എടുത്താലും എപ്സിലോൺ 0 എന്നുള്ളത് എടുക്കുമ്പോൾ ഈ ഏത് ഡെൽറ്റ എടുത്താലും ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 1 എടുക്കുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം എക്സ് കാണും, ഡെൽറ്റ ഈക്വൽ ടു 1/2 എടുക്കുമ്പോൾ ഒരെണ്ണം കാണും, ഡെൽറ്റ ഈക്വൽ ടു 1/3 എടുക്കുമ്പോൾ കാണും, ഡെൽറ്റ ഈക്വൽ ടു 1/4. അപ്പോൾ എന്നിന് ഓരോ വാല്യൂസും എടുക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ നമ്പറുകൾ എക്കകത്ത് കിട്ടും. സച്ച് ദാറ്റ് എക്സ് എൻ എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ വി ഡെൽറ്റ ഓഫ് സി ബട്ട് എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് ബിലോങ്സ് ടു ദിസ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് എൻ എലമെന്റ് ഓഫ് വി ഡെൽറ്റ ഇന്റർസെക്ഷൻ എ v delta of c intersection a, but f of xn does not belongs to v epsilon 0 neighborhood of l. അതിനെ നമ്മൾ സിമ്പിൾസ് പറയുവാണെങ്കിൽ whenever 0 less than modulus of xn minus c less than 1/n modulus of f of xn minus l is greater than or equal to epsilon less than. ഇതിനകത്ത് വരുന്നില്ല, ഈ നെയ്ബർഹുഡിൽ വരുന്നില്ല എന്ന് പറയാൻ എൻ്റെ മീനിങ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എൽ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ 0. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? ഇങ്ങനെയുള്ളപ്പം മോഡ് 0 ലെസ് ദാൻ മോഡ് എക്സ് എൻ മൈനസ് സി ലെസ് ദാൻ 1/n നിന്ന് നമുക്ക് പറയാം എക്സ് എൻ കൺവേർജസ് ടു സി. പക്ഷേ എഫ് ഓഫ് എക്സ് എൻ മൈനസ് എൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ 0 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എൽ എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? xn converges to c ആണ്, but the sequence f of xn does not converges to l. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എൽ, അതായത് 1 ഇല്ല, 1ന്റെ നെഗറ്റീവ് നമ്മൾ എടുത്തു, നെഗേഷൻ ഓഫ് 1 ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? xn കൺവേർജസ് ടു സി വരുമ്പം എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് കൺവേർജസ് ടു എൽ എന്നാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ സെക്കൻഡ് കണ്ടീഷനെ വയലേറ്റ് ചെയ്യുക. സെക്കൻഡ് കണ്ടീഷൻ നെഗേഷൻ ആണ്, xn കൺവേർജസ് ടു സി ആണ്, ബട്ട് എഫ് ഓഫ് xn ഡസ് നോട്ട് കൺവേർജസ് ടു എൽ ആണ്. അപ്പൊ അത് നെഗേഷൻ 2 ആണ്. അപ്പൊ നെഗേഷൻ 1 ഇംപ്ലൈസ് നെഗേഷൻ 2 എന്ന് കിട്ടി. അപ്പൊ ഈ രണ്ടെണ്ണം കൂടെ വെച്ചിട്ട് 1 ഇംപ്ലൈസ് 2 കിട്ടി, നെഗേഷൻ ഓഫ് 1 ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് 2 നിന്ന് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഈക്വലന്റ് ആണെന്ന് പറയാൻ പറ്റും.